പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് കന്നി ലഗ്നക്കാർക്ക് ഏതെല്ലാം രത്നങ്ങൾ ധരിക്കാമെന്ന വിഷയമാണ്. കന്നി ലഗ്നം എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം, അത് ബുധൻ്റെ അധികാരമുള്ള രാശിയാണ് അഥവാ ലഗ്നമാണ്. അതിനാൽ നിശ്ചയമായും കന്നിരാശിക്കാർക്ക് തങ്ങളുടെ വ്യക്തിപരമായ പ്രോസ്പെരിറ്റിക്കും കർമ്മമേഖലയ്ക്ക് വളരെ ഉണർവ് വരുവാനും മരതകമെന്ന രത്നം വളരെ അഭിലഷണീയമാണ്. മരതകമെന്നാൽ പച്ചക്കളറുള്ള രത്നമാണ്. എംറാൾഡ്, ബെറിലിയമാണ് അതിൻ്റെ കണ്ടൻറ്റ്. അതാണ് അതിന് പച്ച നിറം കൈവരുന്നത്. അതിനാൽ ആ ഒരു രത്നം നന്നായി ധരിക്കാം. പിന്നീട് ആർക്കൊക്കെ ധരിക്കാം? അവരുടെ ധനാധിപൻ, വാക്പതി, ഭാഗ്യാധിപനായ ശുക്രൻ്റെ ഡയമണ്ട് ധരിക്കാം. അതും ദോഷം ചെയ്യില്ല. പിന്നീട് ധരിക്കാൻ വരുന്ന ഉത്തമമായ രത്നം അവരുടെ 5-6 ഭാവാധിപത്യമുള്ള ഇന്ദ്രനീലം, ശനിയുടെ രത്നമാണ്. അതിനാൽ 3 രത്നങ്ങൾ അഡ്വൈസ് ചെയ്യാം. പലപ്പോഴും മരതകത്തിന് പകരം ഉപയോഗിക്കുന്ന വില കുറഞ്ഞ സ്റ്റോണാകുന്നു ഒനിക്സ്. വളരെ നിസ്സാരമായ വിലയുള്ള രത്നമാണ് ഒനിക്സ്. മരതകത്തിൻ്റെ അതേ നിറമാണ്, ബെറിലിയമാണ് അതിൻ്റെ കണ്ടൻറ്റ്, പക്ഷേ ഉപരത്നമാണ്. അപ്രകാരം വേണമെങ്കിൽ പെരിഡോട്ട് എന്ന രത്നവും നന്നായി ധരിക്കാവുന്നതാണ്. പെരിഡോട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്യും. സ്ത്രീകളുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രത്നമാണ് പെരിഡോട്ട്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ രത്നങ്ങളെ തിരിച്ചറിയണം. എംറാൾഡ്, അപ്രകാരം പെരിഡോട്ട്, അപ്രകാരം വില കുറഞ്ഞ ഒനിക്സ്. ഈ രത്നങ്ങളിൽ പലപ്പോഴും ഒനിക്സും എംറാൾഡും വളരെയധികം സാദൃശ്യമാണ്. പെട്ടെന്നൊരു വ്യക്തിക്ക് മനസ്സിലാകില്ല. പക്ഷേ ജമോളജിസ്റ്റ് ഞങ്ങൾക്കൊക്കെ ആ രത്നം കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഹാർഡ്നെസ്സും അതിൻ്റെ എനർജിയും വളരെയധികം പെട്ടെന്ന് മനസ്സിലാക്കും. നേരെ മറിച്ച് പെരിഡോട്ടിൻ്റെ കളർ ഇളം പച്ചയാണ്, മരതകത്തിൻ്റെ കളറല്ല. പക്ഷെ നല്ല ഉപരത്നമാണ് പെരിഡോട്ട്. ഓഗസ്റ്റ് മാസത്തിൽ ഉപയോഗിക്കുന്ന നല്ല ഒരു സെമി പ്രേഷ്യസ് രത്നമാണ്. വിദേശികൾ അതാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. നന്ദി, നമസ്കാരം.